ഒരു തമിഴ് സിനിമയ്ക്കെന്നല്ല ഇന്ത്യയിലെ തന്നെ ഏതൊരു അന്യഭാഷാ സിനിമയ്ക്കും നമ്മുടെ കേരളത്തിൽ ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തുകയ്ക്കാണല്ലോ ഗോകുല മൂവീസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ ദി ഗോട്ടിന്റെ ആദ്യ 7 ദിവസത്തെ കൃത്യമായ കേരള കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ പ്രതീക്ഷിച്ച പോലെ 12 കോടി സിനിമ കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 5 കോടിയാണ് സിനിമയുടെ കേരള ഇതുവരെയുള്ള ഷെയർ. സിനിമ കേരളത്തിൽ വൻ ദുരന്തമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് സിനിമയുടെ റൈറ്റ്സ് ഷെയർ സ്റ്റാറ്റസ് എല്ലാം നോക്കുമ്പോൾ വ്യക്തമാണ്. 17 കോടി രൂപയ്ക്ക് കേരളത്തിലേക്ക് വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന സിനിമ ഇതുവരെ ഏകദേശം കേരളത്തിലെ പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി ഉൾപ്പെടെ 12 കോടിയിലധികം രൂപ ഗോകുല മൂവീസിന് നഷ്ടമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇനി കോട്ട് അധികം കളക്ഷൻ ഒന്നും തന്നെ കേരളത്തിൽ നേടിയെടുക്കാൻ പോകുന്നില്ല എന്നത് ഉറപ്പായ കാര്യമാണ്. ഓണനാളുകൾ വരുന്നുണ്ടെങ്കിൽ പോലും 15 കോടി രൂപ പോലും ഫൈനൽ കളക്ഷൻ കേരളത്തിൽ നേടിയിക്കില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലിയോ പോലൊരു വൻ ലാഭം നേടിയെടുത്ത സിനിമയ്ക്ക് ശേഷം ഗോകുല മൂവീസ് കൊണ്ടുവന്ന ഗോട്ട് കേരളത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഗോട്ട് ഗോകുല മൂവീസിന് നേടിക്കൊടുത്ത നഷ്ടം അടുത്ത 2 തമിഴ് സിനിമകളിലൂടെ ഗോകുല മൂവീസ് നികത്തുമോ എന്നതാണ് അടുത്തതായിട്ട് നാം ഉറ്റുനോക്കുന്നത്. ഇന്ന് വേട്ടയ്യൻ എന്ന സിനിമയുടെ പ്രഖ്യാപനം കൂടി ഗോകുല മൂവീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. ഗോകുല മൂവീസ് ആണ് സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 10 രജനികാന്ത് നായകനെത്തുന്ന സിനിമ ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത്. വേട്ടയ്യന് പിന്നാലെ മറ്റൊരു തമിഴ് സിനിമ സൂര്യയുടെ കരിയറിലെ തന്നെ വലിയ സിനിമ കങ്കുവ എന്ന സിനിമയുടെ കേരള വിതരണവും ഇതിനോടകം തന്നെ ഗോകുല മൂവീസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ 20 കോടി ഫൈനൽ കളക്ഷൻ പോലും ഇല്ലാത്ത സൂര്യ ചിത്രത്തിന് 10 കോടി രൂപയ്ക്കാണ് കേരള വിതരണം കങ്കുവയുടെ പേരിൽ വിറ്റഴിച്ചിരിക്കുന്നത്. ഗോട്ടിന്റെ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടപ്പോൾ അല്പം റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് മുൻപ് പ്രേക്ഷകർ അറിയിച്ചതുപോലെ കങ്കുവയുടെ 10 കോടി റൈറ്റ്സിനും റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. എങ്കിൽ പോലും 25 കോടി രൂപയ്ക്ക് മുകളിലെല്ലാം തന്നെ സൂര്യ ചിത്രത്തിന് പോസിറ്റീവ് ലഭ്യമായാൽ കേരളത്തിൽ ലഭ്യമാകുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇനി രജനികാന്തിന്റെ അമിതാഭ് ബച്ചൻ ഫഹദ് എല്ലാം തന്നെ അഭിനയിക്കുന്ന വേട്ടയനിലേക്ക് വരികയാണെങ്കിൽ എത്ര കോടി രൂപയ്ക്കാണ് സിനിമയുടെ റൈറ്റ്സ് വിറ്റഴിച്ചത് എന്ന നിലവിൽ വ്യക്തതയില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് 10 കോടി രൂപയ്ക്ക് ഗോകുല മൂവീസ് സ്വന്തമാക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ജയിലർ പോലൊരു വലിയ വിജയത്തിന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമ കൂടിയാണ് വേട്ടയ്യൻ. കേരളത്തിൽ 57 കോടി കളക്ഷൻ നേടിയെടുത്ത ജയിലറിലെ ലാലേട്ടൻ ഉണ്ടായതുപോലെ ഫഹദ് ഫാസിൽ വേട്ടയ്യൻ എന്ന സിനിമയിലുണ്ട് എന്നത് കേരളത്തിൽ മികച്ച തുകയ്ക്ക് സിനിമ കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട കാരണമാണ്. എന്തായാലും പോസിറ്റീവ് ലഭ്യമായാൽ വേട്ടയ്യനും തരംഗമാകും. എങ്കിൽ പോലും ജയിലർ കളക്ഷനിലേക്ക് എത്തപ്പെടുമോ എന്ന് നിലവിൽ സംശയിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? ഗോട്ടുണ്ടാക്കിയ നഷ്ടം വേട്ടയ്യൻ, കങ്കുവ തുടങ്ങിയ 2 തമിഴ് സിനിമകളിലൂടെ ഗോകുല മൂവീസ് നികത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക്.